Sanju Samson, why are you doing this? Why are you throwing away your valuable wicket like this? Abhishek Sharma in the duckai. Suryakumar Yadav വളരെ ചീപ്പായിട്ട് ഔട്ടായി. ഇന്ത്യൻ ടീം നീഡഡ് എ ഹീറോ റൈറ്റ് ദെയർ. ടീമിന്റെ രക്ഷകനാവാനും ഹേറ്റേഴ്സിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാനും ഇന്ത്യൻ ടീമിലെ തന്റെ ഓപ്പണിംഗ് പൊസിഷൻ വേൾഡ് കപ്പിലേക്ക് അരക്കിട്ട് ഉറപ്പിക്കാനും സഞ്ജു സാംസണ് കിട്ടിയ സുവർണ അവസരമായിരുന്നു ഇന്നത്തെ മാച്ച്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ലൈക്ക് എവറി ടൈം ഹി ജസ്റ്റ് ത്രോസ് ഇറ്റ് അവേ. സഞ്ജു സാംസന്റെ കളി നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്തൊരു കാര്യമായിരുന്നു ഫ്രണ്ട് ഫുട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഡ്രൈവുകൾ. അതിമനോഹരമായ ബാറ്റിംഗ് സ്റ്റാൻസും വളരെ ക്ലീൻ ലുക്കിംഗ് ഷോട്ട്സും കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസണെയാണ് നമുക്കറിയാവുന്നത്. ബട്ട് വാട്ട് ഹാസ് ഹി ഡൺ ടു ഹിസ് ഫുട്വർക്ക് റൈറ്റ് നൗ? ഈ മത്സരത്തിൽ ഇന്ത്യ ജയിപ്പിച്ചില്ലെങ്കിൽ പോലും ഒരു 50+ സ്കോർ നേടിയിട്ട് ബാക്ക് ടു ഫോം എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത മത്സരം തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ഒരു നല്ല കോൺഫിഡൻസിൽ സ്വന്തം കാണികളുടെ മുന്നിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇന്നിംഗ്സ് കളിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗിൽ നിന്ന് കാണാൻ ആഗ്രഹിച്ച ഒരു പ്രകടനമാണ് ഇപ്പോൾ ശിവൻ ഡൂബെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ ജയിച്ചാലും തോറ്റാലും ശിവൻ ഡൂബയുടെ ഇന്നത്തെ ഇന്നിംഗ്സ് നമ്മളെല്ലാവരും ഓർത്തിരിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ഇമ്പാക്ട് പ്രേക്ഷകരുടെ മനസ്സിൽ, കാണികളുടെ മനസ്സിൽ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ബാറ്ററിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബട്ട് അടുത്ത മൊമെന്റ് സഞ്ജു ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് സഞ്ജുവിന് പോലും ആ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫൈനലി സഞ്ജു സാംസണോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, സഞ്ജുവിനെ പ്രിയങ്കരനാക്കിയ, സഞ്ജുവിനെ ആളുകളുടെ മനസ്സിലേക്ക് ഇടം പിടിപ്പിച്ച ആ ഇന്നിംഗ്സുകൾ, IPL ആദ്യ വർഷങ്ങളിൽ കളിച്ചിട്ടുള്ള ആ അടിപൊളി ഇന്നിംഗ്സുകളിലെ സ്വന്തം ടെക്നിക്ക് ഒന്നുകൂടെ കണ്ട് ഒന്നുകൂടെ മനസ്സിലാക്കി അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.